സൂക്ഷിക്കുക. 6000 പോക്കറ്റിലാക്കിയ വ്യാജ കർഷകരെ സർക്കാർ വിളവെടുക്കാൻ വരുന്നുണ്ട്. മാനം പോയത് മിച്ചം, പണവും പോവും. ഇനി മാനവും കീശയും കാക്കണമെങ്കിൽ നിങ്ങൾ കൃഷി എവിടെയാണ് ചെയ്തതെന്നും നിങ്ങളുടെ കൃഷിയിടം കാണിച്ചു കൊടുക്കേണ്ടി വരും ചിലപ്പോൾ കേന്ദ്ര സർക്കാരിന്. കേരളത്തിൽ കൃഷി എന്നാൽ മണ്ണിലിറങ്ങി വേർക്കുന്നവരുടെ മാത്രം പണിയല്ല. നമ്മുടെ നാട്ടിൽ ചില കൃഷിക്കാർ വിളവെടുപ്പിന് പോകുന്നത് പാടത്തേക്കല്ല, നേരെ ബാങ്കിലേക്കാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ പാടത്താണ് കൊയ്ത്തെങ്കിൽ നമുക്കിവിടെ ബാങ്ക് അക്കൗണ്ടിലാണ് കൊയ്ത്ത്. പ്രധാനമന്ത്രി മോദി കിസാൻ സമ്മാന പദ്ധതി അവതരിപ്പിച്ചതോടെ എവിടെ നിന്നോ കുറെ കൃഷി സ്നേഹികൾ അങ്ങ് പൊട്ടിമുളച്ചു നമ്മുടെ നാട്ടിൽ. കുനിഞ്ഞൊരു തുളസി തൈ പോലും നട്ടിട്ടില്ലാത്ത പ്രബുദ്ധ മലയാളികൾ അങ്ങ് ഇറങ്ങി തിരിച്ചു. ഞാനൊരു മലയാളി, എന്നും മണ്ണിന് കൂട്ടാളി, മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ എന്നൊക്കെ പാട്ടും പാടി നേരെ ബാങ്കിലേക്ക് ചെന്നു. ഒരു അക്കൗണ്ടും അങ്ങ് തുടങ്ങി. പ്രബുദ്ധ മലയാളികളുടെ ഈ കൂട്ടകൃഷി കണ്ട കേന്ദ്ര കൃഷി മന്ത്രാലയം ഇപ്പോൾ മൂക്കത്ത് വിരൽ വെച്ചിരിക്കുകയാണ്. PM കിസാൻ സമ്മാന പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ കൊടുത്ത പണത്തിൽ നല്ലൊരു ഭാഗവും അർഹതയില്ലാത്തവരുടെ പോക്കറ്റിലാണ് പോയതെന്നാണ് ഞെട്ടിക്കുന്ന സത്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചില്ലറ പൈസയൊന്നുമല്ല, 416.75 കോടിയാണ് അർഹരല്ലാത്തവർ തട്ടിയെടുത്തിരിക്കുന്നത്. ഈ തുക അടിച്ചു മാറ്റാൻ വേണ്ടി രാജ്യമൊട്ടാകെ 29.13 ലക്ഷം അക്കൗണ്ടുകളാണ് അനർഹർ തുടങ്ങിയത്. അതിൽ സർക്കാർ കണ്ടെത്തി പുറത്താക്കിയ അനർഹ അക്കൗണ്ടുകളുടെ കണക്ക് മാത്രമാണിത്. ഇനി ഇതിന്റെ പുറമെ വേറെയും കാണും. ഒരു കുടുംബത്തിലെ അംഗങ്ങൾ മൊത്തം അപേക്ഷ കൊടുക്കുന്ന കൂട്ടുകുടുംബ കൃഷിയുടെ മാതൃകയും കണ്ടു. കേരളത്തിൽ മാത്രം 7694 കുടുംബങ്ങളിൽ ഭർത്താവും ഭാര്യയും ഒരുമിച്ച് ആനുകൂല്യം മേടിച്ചു. കപ്പിൾ ഗോൾസ് എന്നൊക്കെ പറഞ്ഞ ഇതാണ്. പക്ഷെ കൃഷിയുടെ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണിച്ചു കൊടുക്കാൻ സ്വന്തം ബെഡ്റൂം മാത്രമേ ഇവർക്കുള്ളൂ എന്നതാണ് വസ്തുത. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്തെന്ന് പറഞ്ഞാൽ 33 ഗുണഭോക്താക്കളിൽ, കേരളത്തിലുള്ള 33 ഗുണഭോക്താക്കളിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളും മറ്റു ബന്ധുക്കളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. 6000 എങ്കിൽ 6000, മേലനങ്ങാതെ കിട്ടിയ പുളിക്കൂ. ഓസന് കിട്ടിയാൽ ആസനം കുടിക്കുക എന്നുള്ളതാണല്ലോ ചില മലയാളികളുടെ ഒരു സ്വഭാവം. എല്ലാ മലയാളികളെ അല്ല പറയുന്നത് കേട്ടോ, പ്രബുദ്ധ മലയാളികളെ കുറിച്ചാണ്. എന്നാലും കൃഷി എന്ന് എഴുതാൻ പോലും അറിയാത്ത പിള്ളേരാണ് PM കിസാൻ ധനം കൈപ്പറ്റിയതെന്ന് ആലോചിക്കുമ്പോൾ ഒരു ഞെട്ടലുണ്ടല്ലോ. ചോദിച്ചാൽ പറയും കേന്ദ്ര സർക്കാരിന്റെ വീട്ടിൽ നിന്ന് എടുത്തു തരുന്നതെന്നല്ലോ, ജനങ്ങൾ ടാക്സ് അടച്ച പൈസയല്ലേ? അതെ, ജനങ്ങൾ ടാക്സ് അടച്ച പൈസയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പുട്ടടിക്കാൻ തരണോ? പോയി പണിയെടുത്ത് ജീവിക്കണം മിസ്റ്റർ ആൻഡ് മിസ്സിസ്. ഇന്ത്യയിലെ ഏക അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി മുഖ്യൻ കേരളത്തിനെ പ്രഖ്യാപിച്ചതും നിങ്ങൾ അറിഞ്ഞില്ലേ? നമ്പർ 1 കേരളത്തിലെ പ്രബുദ്ധ മലയാളികളെ. വർഷത്തിൽ 6000 രൂപ നൽകാനാണ് PM കിസാൻ സമ്മാന പദ്ധതി എന്നുള്ള ഒരു പദ്ധതി. പക്ഷെ സംസ്ഥാന സർക്കാർ കർഷകൻ എന്ന വാക്കിന് കുറച്ചുകൂടെ വിശാലമായ ഒരു അർത്ഥതലം കൊടുത്തത് കൊണ്ടാണ് പ്രബുദ്ധ മലയാളികൾ ഈ പണി പറ്റിച്ചത് എന്നാണ് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ വിമർശനം. എന്തായാലും മന്ത്രാലയം അനർഹർ കൈപ്പറ്റിയ ആനുകൂല്യം പിടിച്ചെടുത്ത് തിരിച്ചു നൽകാൻ സംസ്ഥാനങ്ങളോട് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ ആലോചിക്കുന്നത്, വർഷങ്ങളോളം മോദി വിരോധം ജീവശ്വാസം പോലെ കൊണ്ടു നടന്ന ചില പ്രബുദ്ധ മലയാളികൾ 2000 രൂപയുടെ ആദ്യ ഗഡു എന്ന ദിവസമെങ്കിലും മോദിയെ തെറി വിളിക്കാതിരുന്നിട്ടുണ്ടായിരിക്കുമോ എന്നുള്ളതാണ്. സർക്കാർ രേഖകൾ പരിശോധിച്ചു തുടങ്ങി, അനർഹരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി എന്ന് അറിഞ്ഞ ഇന്ന് മുതൽ കേരളത്തിലെ മാധ്യമങ്ങൾ മോദിയുടെ ഫാസിസം മലയാളിയുടെ ബാങ്ക് അക്കൗണ്ടിലും എന്നൊക്കെ പറഞ്ഞ് വരുമായിരിക്കും. നേരത്തെ അടുക്കള വരെയാണ് എത്തിയിരുന്നതെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഫാസിസം, ഇപ്പൊ ബാങ്ക് അക്കൗണ്ടിലും എത്തി. എന്തായാലും പണം തിരിച്ചു പിടിക്കൽ നടപടികൾ പുരോഗമിക്കുകയാണ്. പ്രബുദ്ധ വ്യാജ കർഷകരുടെ മാനവും പോകും, പൈസയും പോകും. ഫാസിസ്റ്റ് മോദി കൊണ്ടുപോകും. എന്തായാലും അല്ലാത്ത ആൾക്കാർ PM കിസാൻ പണം എടുത്തിട്ടുണ്ടെങ്കിൽ താമസിയാതെ കേന്ദ്ര സർക്കാർ നിങ്ങളെ വിളവെടുക്കും എന്നതിന്റെ ഉദാഹരണമാണത്. പലിശയും കൂടെ ചേർത്ത് വാങ്ങണമായിരുന്നു. അത് മോശമായി. മോദിക്ക് ഫാസിസം പോരാ. ന്യൂസ് ഡെസ്ക്.